ഹായ്, ഇത് കണ്ടപ്പോൾ തന്നെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ജിലേബിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജിലേബി. അതിന് നമ്മൾ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് രാവിലെ നല്ലതുപോലെ അരച്ച് മാക്സിമം വെള്ളം ചേർക്കാതിരിക്കാൻ നോക്കണം. അതുപോലെ നല്ല മയത്തിൽ അരയ്ക്കണം. നല്ലതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഓറഞ്ച് കളർ ആഡ് ചെയ്തു. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കളർ എല്ലായിടത്തും ഒരുപോലെ ആകത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള പഞ്ചസാര പാനി റെഡിയാക്കണം. ഇതിവിടെ മാറിയിരിക്കട്ടെ. ഞാനൊരു പാനിൽ പഞ്ചസാര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു 1/2 കിലോ പഞ്ചസാര കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്തുള്ളൂ. കാരണം കൂടുതൽ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വറ്റാൻ സമയം മുഴുവൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളത്തോളം ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലതുപോലെ പാനിയാക്കി നമുക്ക് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓറഞ്ച് കളർ തന്നെ കുറച്ച് ആഡ് ചെയ്യാം. നമുക്ക് കളറ് നല്ലതല്ല എന്നിരുന്നാലും നമുക്ക് ആ ജിലേബിയുടെ കളറ് കിട്ടണമെങ്കിൽ കളറ് കാണുമ്പോൾ തന്നെയാണല്ലോ നമുക്ക് ആ ജിലേബിയുടെ ഒരു എഫക്റ്റ് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പാനിയിലേക്കും കുറച്ച് കളർ ആഡ് ചെയ്തു. കളർ നിങ്ങളുടെ ആവശ്യാനുസരണം ആഡ് ചെയ്യുക. യെല്ലോ കളർ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. ഇതിലേക്ക് ഞാൻ റോസ് എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ റോസ് എസൻസ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. റോസ് എസൻസിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ഒരു ഇച്ചിരിയോടെ ഒരു നല്ല ടേസ്റ്റ് വരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തു. നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പം നമ്മുടെ മാവിനി നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ മാവ് ഒരു പൈപ്പിംഗ് ബാഗിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക്. അപ്പം ഞാൻ അതിനകത്ത് ഒരു പൈപ്പിംഗ് ബാഗ്, ഒരു ഗ്ലാസ്സിൽ ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി ഈ മാവ് എടുത്ത് ഒഴിച്ചു കൊടുക്കണം. നല്ല തിക്കായിട്ടുള്ള മാവാണ്. നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് കോരി ഒഴിച്ച് കൊടുക്കണം. നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മാവ് പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ലാതെയും ചെയ്യാൻ. നമ്മുടെ ഒരു കർച്ചീഫിൽ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിലൂടെ വേണമെങ്കിൽ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചാലും മതി. ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിത് ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ജിലേബിയുടെ ഷേപ്പിൽ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഒരുപാട് ഹീറ്റ് ആവരുത് എണ്ണ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ എണ്ണ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതിയൊന്ന് എണ്ണ ചൂട് കൂട്ടിയിട്ടാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ നല്ല ചൂടിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷേപ്പ് പെട്ടെന്ന് അങ്ങ് കിട്ടില്ല. പെട്ടെന്ന് അങ്ങ് വെന്തങ്ങ് വരും.
അപ്പോൾ നമ്മളങ്ങ് സ്പ്രെഡായി പോയത് കാരണം നമുക്ക് ഷേപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് ഒഴിച്ചു കൊടുത്താൽ നമുക്കിതുപോലെ നല്ല ഷേപ്പിൽ തന്നെ ജിലേബി കിട്ടും. ഒരു നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് കോരിയെടുക്കണം. കോരി ഉടനെ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജിലേബി എല്ലാം റെഡിയായി കഴിഞ്ഞു. ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. നല്ലതുപോലെ അത് സ്പ്രെഡായിട്ട് കിടക്കണം. ഷുഗർ സിറപ്പിൽ മുങ്ങി തന്നെ കിടക്കണം നമ്മുടെ ജിലേബി. നല്ലതുപോലെ ഷുഗർ അബ്സോർബ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ജിലേബി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം.